പിതാക്കന്മാരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരങ്ങളെ, ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത് വലിയൊരു പ്രോത്സാഹനം തന്നെയാണ്. കാരണം ഞാൻ പിതാക്കന്മാരെ ഓർക്കാം. ഞാനൊരു ചെറിയ സിസ്റ്റർ, എനിക്ക് തന്നെ പേടിയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾക്ക് ഞാൻ ഇറങ്ങാറ്. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് പിതാവ് ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ നന്ദിയോടുകൂടി ഓർക്കാറുണ്ട് പിതാവ്. എനിക്ക് വാ സിസ്റ്റർ, നിൽക്ക്, എല്ലാവരും റെഡി ചെയ്തിട്ട് അങ്ങനെ എനിക്ക് വേണ്ടി സമയമെടുത്ത് ഓരോ ഷോട്ടുകൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. നന്ദിയോടുകൂടി ഓർക്കാറുണ്ട്. ഏതൊരു സമയത്തും അങ്ങനെയാണ് അവരോടും സുഖമില്ലാതെ ചോദിക്കാതെ നമ്മുടെ അപ്പൻ്റെ അടുത്ത് ഒരു സ്നേഹത്തിൽ എന്നെ വളർത്തിയിട്ടുണ്ട്. പിന്നെ ടോണി പിതാവിനെ ഞാൻ മറക്കില്ല. കാരണം എനിക്ക് ഷെയർ ചെയ്യുന്നൊരു അപ്പനായിരുന്നു. അത് ചില സമയത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കണ്ടു പോകുമ്പോഴൊക്കെ ടോണി പിതാവ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്ത് ചെയ്യാൻ ഞാനുണ്ട്, പ്രാർത്ഥിക്കുന്നത്. പിതാവ് പറഞ്ഞിട്ടാണ് പറയാം, അല്ലെങ്കിൽ പിതാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ബ്ലെസ്സിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സന്യാസിയെ സംബന്ധിച്ച് അതായിരുന്നു ഞങ്ങൾക്ക് ഒരു ആവശ്യം. കാരണം പണ്ടൊക്കെ സഭ വളരുമ്പോൾ പിതാക്കന്മാരെ ഒപ്പായിരുന്നു. ഞങ്ങൾക്ക് അമ്മമാര് പറയാറുണ്ട്, ഇത് കൊണ്ടുള്ള പിതാവ് കൊണ്ടുള്ളതാണ്, ഇത് മാനേജർ പിതാവ് കൊണ്ടുവന്ന ഞങ്ങൾക്ക് അറിയാലോ. ആ സിസ്റ്ററിന്റെ ലെറ്ററൊക്കെ എടുത്തു വെച്ചോണ്ടല്ലേ ഇപ്പൊ CMCക്ക് ഒരു വിശുദ്ധ കിട്ടിയത്. അപ്പൊ സഭയെ കുറിച്ച് ഓർക്കുമ്പോൾ നന്ദി മാത്രമാണ്. ഞങ്ങൾ സന്യാസിമാരെ അത്രയും വളർത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോൾ ഞാനിപ്പോ റോമിൽ പോയി വത്തിക്കാനിൽ പോയി അതൊന്നുമല്ല. നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതൊക്കെയാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ടിന് ഞാൻ ഒരുപാട് കൊണ്ടുപോയി. സിംസലസിനെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കാം. ഞാനും പുളയത്തൊരു വർക്കിന് പോയപ്പം സ്വന്തം ആളുകളെ പോലെ എല്ലാം ചെയ്തു തരാൻ ഞാൻ അതി തിരക്കുള്ള അച്ഛനാണ്. പക്ഷെ ഒപ്പം നിന്നിട്ട് എന്താ പറയുക, ഭക്ഷണം കഴിക്കാതെ അതൊക്കെയാണ് ഞാൻ പറയുന്ന സഹോദരന്മാരാണ് അച്ഛന്മാരുടെ എക്സസൈസ് എന്ന് പറഞ്ഞത്. ആ ഒരു സ്നേഹം എനിക്ക് അദ്ദേഹത്തിന് ഞാൻ ആ സമയത്ത് കിട്ടി. ഞാൻ വേദിയിലിരിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. സഹോദരങ്ങളെ ഓർക്കും പറയും, നിങ്ങൾ കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അപ്പം എൻ്റെ വീഡിയോയുടെ ഒരു കഴിവ് കൊണ്ടല്ല, അതിൻ്റെ ഒരു മഹത്വം കൊണ്ടല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോഴായാലും വിശ്വവിജയം സ്ഥിതിയായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ പറയുന്നത്. കാരണം നിങ്ങൾ ആദ്യം വീഡിയോ കാണുന്നത് അതോട് ചോദിച്ചറിയാം, ആരും കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങളൊന്നും ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ തന്നെയാണ് അത്രയും വളർത്തിയിട്ടുള്ളത്. പിന്നെ നന്ദിയോടുകൂടി ഓർക്കുന്നത് എൻ്റെ കോൺഗ്രിഗേഷനാണ്. ഇങ്ങനെ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒത്തിരി ടെൻഷൻ തന്നെയായിരുന്നു എൻ്റെ കോൺഗ്രിഗേഷന്. അല്ല, നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങൾ ഇപ്പോൾ ഒരു കുട്ടി ഒരു മാധ്യമ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ ഒരു ഫിലിം ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആയസ്മോനെ പൊക്കോന്ന് പറയില്ലല്ലോ, നല്ല ടെൻഷൻ ഉണ്ടാവും നമുക്ക്. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ കോൺഗ്രിഗേഷൻ. പക്ഷെ ഇന്ന് അവര് എടുത്ത ഡിസിഷൻ തെറ്റിയിട്ടില്ലാത്ത തന്നെ അവർ പറയാണ്. ഒത്തിരി സപ്പോർട്ടാണ് എനിക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു തന്നു, എക്യുപ്മെന്റ്സ് വാങ്ങി തന്നു, എല്ലാത്തിനും എൻ്റെ ഏതൊരു കാര്യത്തിലും അത്ര സന്തോഷത്തോടെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാവരോടും നന്ദി. ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിസ്മിക്ക് എല്ലാവരുടെയും പേരിലും എൻ്റെ പേരിലും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു.